ഡാഡ എന്ന സിനിമയ്ക്ക് ശേഷം കവിൻ പ്രധാന വേഷത്തിലെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം സ്റ്റാർ, റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ എലൻ. ഈ സിനിമയുടെ പോസ്റ്റേഴ്സ് ആൻഡ് ട്രെയിലർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു മൂവി ആയിട്ടാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. തമിഴ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഊർജ്ജം പകരുന്ന ഒരു സിനിമയായിരിക്കും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അവരെയും ഈ സിനിമയെ കണ്ടിട്ടുണ്ടായിരിക്കുക. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ എന്നെ അത്രയും അങ്ങോട്ട് സംതൃപ്തിപ്പെടുത്താത്ത ഒരു സിനിമയായിട്ടാണ് സ്റ്റാർ എന്ന് പറയുന്ന മൂവി അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. നമുക്ക് സിനിമയുടെ പ്ലോട്ടിൽ നിന്ന് ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറുപ്പം തൊട്ടേ തന്നെ കല എന്ന് പറയുന്ന ഒരു പയ്യന് അവന് സിനിമാ നടനാവണം എന്നുള്ളൊരു ആഗ്രഹം തീക്ഷ്ണമായിട്ടുണ്ടായിരുന്നു. അവനതിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് അവൻ്റെ അച്ഛൻ കൂടെയുണ്ട്. അച്ഛനൊരു ഫോട്ടോഗ്രാഫറാണ്. അച്ഛനതാവാൻ പറ്റിയിട്ടില്ല. അപ്പോൾ മകനെ എങ്ങനെയെങ്കിലും അതാക്കണം എന്നൊരു ആഗ്രഹത്തോടു കൂടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു അച്ഛനാണ്. തുടർന്നുള്ള തൻ്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന പ്രതിസന്ധികൾ, കുറേയധികം പ്രശ്നങ്ങൾ, കാര്യങ്ങൾ, ഇതിലൂടെ അവനൊരു നായകനാവാനായിട്ട് അല്ലെങ്കിൽ ഒരു സിനിമയിൽ ഒരു നടനായി മാറുവാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരങ്ങളും കാര്യങ്ങളൊക്കെയാണ് സിനിമ പറയുന്നത്. അതിനിടയിലൂടെ വരുന്ന ഫാമിലി പ്രോബ്ലംസ്, ലവ് ട്രാക്സ്, കാര്യങ്ങൾ, അങ്ങനെ തുടങ്ങി പല രീതിയിലൂടെയും സിനിമ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ സിനിമ ഒരു ജേണി പോലെ അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും പ്രേക്ഷകർക്ക് അങ്ങോട്ട് കണക്റ്റ് ആക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ള ചോദ്യത്തിന് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്ര കണക്റ്റ് ആയില്ല എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ടെങ്കിലും കുറച്ചൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ കുറച്ച് ഇല്ലോജിക്കലായിട്ടും ചില കാര്യങ്ങൾ ഇതെന്താ ഇങ്ങനെയായ എന്ന് നമ്മളെ ചോദിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര ഡ്രാമാറ്റിക്കായി പോയല്ലോ, അല്ലെങ്കിൽ ഇവിടെ എന്തിനാണ് ഇങ്ങനൊരു സീൻ വെച്ചത്, ഇതില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ സമ്മാനിച്ചുകൊണ്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ദെൻ സിനിമയുടെ ഒരു അവസാനത്തിലോട്ട് എത്തിയപ്പോൾ നമുക്ക് തോന്നിയത് എത്രയും പെട്ടെന്ന് ഈ സിനിമ അവസാനിപ്പിക്കണം എന്നുള്ള രീതിയിൽ അവസാനിപ്പിച്ച പോലുള്ളൊരു ക്ലൈമാക്സും കാര്യങ്ങളും, ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു ക്ലീഷേ ആയിട്ടുള്ളൊരു ക്ലൈമാക്സും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സിനിമയിൽ പോസിറ്റീവായിട്ട് ആകെ പറയാനായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് കവിൻ്റെ പെർഫോമൻസ് നല്ല രീതിയിൽ ആയിരുന്നു എന്നുള്ളത് തന്നെയാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു ക്യാരക്ടറിൻ്റെ ട്രാൻസ്ഫോർമേഷൻ നല്ല രീതിയിൽ തന്നെ കവിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലാലിൻ്റെ വേഷവും ഭംഗിയായിട്ട് തന്നെ നല്ലൊരു സപ്പോർട്ടീവായിട്ടൊരു അച്ഛൻ്റെ റോളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾസോ യുവൻ ശങ്കർ രാജയാണ് ഇതിൽ മ്യൂസിക് കാര്യങ്ങൾ ചെയ്തത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും മ്യൂസിക് ആണെന്നുണ്ടെങ്കിലും സിനിമയെ നല്ല രീതിയിൽ ലിഫ്റ്റപ്പ് ചെയ്യാനായിട്ട് ഒരു പരിധി വരെ അത് സഹായിച്ചു എന്നുള്ള രീതിയിലാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അല്ലാത്ത പക്ഷം നമ്മൾ ടോട്ടലി ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ഒരു സ്റ്റാറിൻ്റെ സ്ട്രഗിൾസ് കാര്യങ്ങൾ ശരിക്കും നമുക്ക് അങ്ങോട്ട് കണക്റ്റ് ആയില്ല എന്നുള്ളതാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു ആൾ നായകനാവണം അല്ലെങ്കിൽ നടനാവണം എന്നൊരു തോന്നൽ നമുക്ക് ചെറിയ രീതിയിൽ മാത്രമേ തോന്നുള്ളൂ. പൂർണ്ണമായിട്ട് അതിൽ ഇൻവോൾവ് ആവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആകെ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൺ ടൈം വാച്ചബിളായിട്ട് ജസ്റ്റ് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവി മാത്രമായിട്ടാണ് സ്റ്റാർ എന്ന് പറയുന്ന മൂവി എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.